തരൂരിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് പാർലമെന്റിന്റെ സമ്മേളനത്തിന് മുന്നോടിയായാണ് പ്രശ്നപരിഹാര നീക്കം. രാഹുൽ ഗാന്ധി ശശി തരൂരുമായി സംസാരിക്കും. കൊച്ചിയിലുണ്ടായത് അവഗണനയല്ലെന്നും തെറ്റിദ്ധാരണ മാത്രമെന്നും തരൂരിനെ ബോധ്യപ്പെടുത്തും. അബ്ദുൾ റഷീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്, അതിർത്തി തരൂർ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ യോഗത്തിൽ നിന്നടക്കം തരൂർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിയമസഭാ സമ്മേളനം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ തരൂരിനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കവുമായി ഹൈക്കമാൻഡ് മുന്നിട്ടിറങ്ങുന്നത്. ആര്യ, കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ശശി തരൂരുമായി ഒരു അതൃപ്തിയിലേക്ക് പോകേണ്ട എന്നുള്ള തീരുമാനം ഹൈക്കമാൻഡ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്നും കടുത്ത അതൃപ്തിയോടുകൂടി ശശി തരൂർ വിട്ടുനിൽക്കുകയും അത് ഹൈക്കമാൻഡിന് മുമ്പാകെ ചർച്ചയാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂരുമായി പിണങ്ങി നിൽക്കേണ്ടതില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ശശി തരൂരുമായി സംസാരിക്കും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊച്ചിയിലുണ്ടായിരുന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരിക്കും എന്നുള്ള കാര്യമായിരിക്കും രാഹുൽ ഗാന്ധി ശശി തരൂരിനെ ബോധ്യപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നെങ്കിൽ പോലും ആ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ താൻ മനഃപൂർവ്വം അപമാനിച്ചിട്ടില്ല, ഇത്തരത്തിൽ ഈ ലിസ്റ്റിൽ പേരില്ലാത്തതുകൊണ്ടാണ് നിലവിൽ അദ്ദേഹത്തിൻ്റെ പേര് താൻ ഉച്ചരിക്കാതിരുന്നത് എന്നുള്ള കാര്യമായിരുന്നു ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളുമായി പങ്കുവച്ചിരുന്ന കാര്യം. സമാനമായിട്ടുള്ള നീക്കം തന്നെയായിരിക്കും ഇത്തവണയും ഉണ്ടാകുക. എന്തായാലും ശശി തരൂരുമായി ഹൈക്കമാൻഡ് സംസാരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ഈ വിഷയം സംസാരിച്ച് പ്രശ്നപരിഹാരത്തിലേക്ക് ഉള്ള നീക്കമാണ് ഉണ്ടാകുന്നത്. ഇതിലേറെ പ്രധാനപ്പെട്ടത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന സാഹചര്യമാണ്. നേരത്തെ വയനാട്ടിൽ വെച്ച് നടന്നിട്ടുള്ള ലക്ഷ്യ ക്യാമ്പിൽ കേരളത്തിലെ എല്ലാ നേതൃത്വവുമായി ഒക്കെ തന്നെയും കടുത്ത ഒരു ബന്ധം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ആയിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുള്ള മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അപമാനിച്ചതുമായി ബന്ധപ്പെട്ട കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിനോടും കേരളത്തിലെ മറ്റു നേതാക്കളോടും ശശി തരൂർ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ശശി തരൂരുമായി പിണങ്ങി നിൽക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കാണ്, അല്ലെങ്കിൽ ഒരു അനുനയത്തിലേക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത്. ആര്യ, തീർച്ചയായും അബ്ദുൾ റഷീദ്, ഈ അനുനയ നീക്കം ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ പാർട്ടിയെ സംബന്ധിച്ച വലിയ പ്രതിരോധത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക. റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് അടുത്തിരിക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞിരുന്നു, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന്. ഒരുപക്ഷെ ഇന്നുള്ള അനുനയ നീക്കം അത് ലക്ഷ്യം കണ്ടില്ലെങ്കിൽ തരൂർ ഈ പാർട്ടിയുമായി ഈ തരത്തിലുള്ള അതൃപ്തിയിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ച വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. ശശി തരൂർ പാർട്ടിക്കൊപ്പം നിൽക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് കേരളത്തിൽ നടക്കമുള്ള വിവിധ നേതാക്കൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശശി തരൂർ പാർട്ടിക്കൊപ്പം നിൽക്കേണ്ടതാണ് തങ്ങളുടെ ആവശ്യം എന്നുള്ള കാര്യം പ്രതികരിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഒരു കടുത്ത നീക്കം ഇപ്പോൾ നടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ വിവിധ വിഷയങ്ങളിൽ ഹൈക്കമാൻഡിനെയും കോൺഗ്രസ് പാർട്ടിയെ തന്നെയും വെല്ലുവിളിക്കുന്ന സാഹചര്യത്തിലേക്ക് ശശി തരൂർ കടന്നിരുന്നെങ്കിൽ പോലും ആ ഘട്ടത്തിൽ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ നടപടികളിലേക്കോ ഹൈക്കമാൻഡ് കടന്നിരുന്നില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ പാർട്ടിയുമായി ശശി തരൂർ ഇഴഞ്ഞു നിൽക്കുന്നത് അത് വലിയ തരത്തിൽ ദോഷം ചെയ്യും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലെയൊക്കെ തിരിച്ചടി അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത ഒരു അതൃപ്തി അത് നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അത്തരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോയാൽ മാത്രമേ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സുഗമമായിക്കൊണ്ട് നേരിടാൻ കോൺഗ്രസിന് ആകൂ എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു വിലയിരുത്തൽ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ശശി തരൂരുമായി പിണങ്ങി നിൽക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിയും ഉടൻ തന്നെ ശശി തരൂരുമായി സംസാരിക്കുകയും പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. എന്തായാലും ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ ആയില്ലെങ്കിൽ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കേരളത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയും മറ്റു പാർട്ടികൾ അത് പ്രത്യേകിച്ചും രാഷ്ട്രീയ മുതലെടുക്കാനുള്ള സാധ്യത കൂടി കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശശി തരൂരുമായിട്ടുള്ള ഒരു അനുനയ നീക്കത്തിലേക്ക് ഇപ്പോൾ ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നത്.